വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കാനാവാതെ വന്നപ്പോൾ ഗരുഡനും സത്യഭാമയുമൊത്ത് ശ്രീകൃഷ്ണൻ ഗരുഡാരൂഢനായി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. നരകാസുരന്റെ നഗരമാണ് പ്രാഗ്ജ്യോതിഷം. അവിടെ ചെന്ന് നഗരത്തിന്റെ ഉപരിതലത്തിൽ കൂടി ചുറ്റിപ്പറന്ന് നഗര സംവിധാനങ്ങളെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷം മൂവരും അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസുവിഭാസു, നഭസ്വാൻ, അരുണൻ തുടങ്ങിയ അസുരപ്രമുഖരെയെല്ലാം അവർ യുദ്ധത്തിനിടെ നിഗ്രഹിച്ചു. ഒടുവിൽ നരകാസുരൻ തന്നെ പടക്കളത്തിലേക്ക് പുറപ്പെട്ടതിനെ തുടർന്ന് നടന്ന അത്യുഗ്രമായ യുദ്ധത്തിൽ നരകാസുരൻ വധിക്കപ്പെട്ടു. വസന്തകാലാരംഭത്തോടെയാണ് ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത്. ഈ ദിനമാണ് വിഷുവായി കൊണ്ടാടപ്പെടുന്നത്. കൂടാതെ രാവണനുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഐതിഹ്യം പ്രചരിക്കുന്നത്. ഒരിക്കൽ വെയിൽ ലങ്കയിലെ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് രാക്ഷസ രാജാവായ രാവണന് ഇഷ്ടമായില്ല എന്നതിനാൽ രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത്. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നതെന്നുമാണ് കഥ. രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് വിഷുവിന്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചുവാരി കത്തിക്കുന്നതെന്നാണ് വിശ്വാസം.